അങ്ങനെ കപ്പഡോക്യയിലെ റെഡ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നാണ് ഇവർ പറയുന്നത്. അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നുള്ളത് പണ്ട് കാലത്ത് മനുഷ്യൻ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള ധാന്യങ്ങളും വൈന് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു മിലിറ്ററി എന്നുള്ള അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു 10-100 പേർക്കൊക്കെ ഒരുമിച്ച് ഇവിടെ താമസിക്കാൻ പറ്റുന്ന പോലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ വലിയൊരു സിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു കുറച്ച് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന പോലുള്ളൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് പണ്ട് കാലത്ത് മനുഷ്യർ എത്രമാത്രമാണ് ബുദ്ധിമുട്ടി ഇവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ്. ചൂട് കാലത്ത് പോലും ഇവിടെ രാത്രി സമയങ്ങളിൽ ഒരു 7 ഡിഗ്രി 8 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് വരാറുണ്ട്. അപ്പം തണുപ്പ് കാലത്തെക്കുറിച്ച് പറയേണ്ടതില്ല. മിക്കവാറും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലാണ്. അന്ന് ഈ തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആയിരക്കണക്കിന് ഷെൽട്ടറുകൾ പല ഭാഗങ്ങളിലായിട്ടും പണിത് വെച്ചതിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരാരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ട്രാപ്പിലാക്കുന്ന പോലുള്ള പല സംവിധാനങ്ങളും ഡോറുകളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തുനിന്ന് ഒരു പ്രാവശ്യം ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും ട്രാപ്പായി പോകുന്ന പോലെ വലിയ തരത്തിലുള്ള ഡോറുകളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരുമിച്ച് കുറേ അധികം ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. കഷ്ടിച്ച് ഒരാൾക്കൊക്കെ അകത്ത് കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിലും അവർക്ക് ഇതിനകത്ത് കയറി ചെല്ലുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പം ഈസി ആയിട്ട് ഇതിനകത്തുള്ള ആൾക്കാർക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പണ്ട് കാലത്ത് മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അത് മാത്രമല്ല, പല ഭരണ മാറ്റങ്ങളൊക്കെ ഇത് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കൂടെയാണ്. അങ്ങനെ ആ അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കപ്പഡോക്യയിൽ തന്നെ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മൺപാത്രങ്ങളും അതുപോലെ തന്നെ സെറാമിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം ഈ റെഡ് ടൂർ എന്ന് പറയുന്ന ടൂർ പാക്കേജിൻ്റെ ഭാഗമാണ്. അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം.